Good morning, sir. Yes, Alisa, good morning. അപ്പുറത്തെ ക്ലാസ് കഴിയാഴ്ച വൈകിപ്പോയി, അതാണ് പറ്റിയത്. ഓക്കെ, നോ പ്രോബ്ലം. സച്ചു, വെരി ഗുഡ് മോർണിംഗ്. ഇലക്ഷനൊക്കെ റെഡി ആയില്ലേ? യെസ്, വോട്ടൊക്കെ ചെയ്യൂലേ? യെസ്, ഓക്കെ. നമ്മളെ രാഷ്ട്രീയ ബോധവും ചിന്താഗതിയും ഉള്ളവരാവണം, അല്ലാതെ വന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നപ്പോ അതിന്റെ റിസൾട്ട് നമ്മുടെ വീടിന്റെ അടുക്കള വരെ എത്തി, അല്ലേ? റൈറ്റ് അല്ലേ സാഹിലത്തെ? യെസ്, ഇന്ന് കുടുംബസമേതം വന്നേക്കണല്ലേ സാഹിലത്ത്? യെസ്. യെസ്, ഓക്കെ 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 ഓക്കെ. ഈ അപ്പുറത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ് MT14 ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു കുട്ടി ലാസ്റ്റ് ദിവസം സംസാരിച്ചപ്പോ പറഞ്ഞു, സാറിന്റെ ക്ലാസ് ഉള്ള ദിവസം വൈകുന്നേരം ആകുമ്പോ മക്കൾ ചോദിക്കും, ഇന്ന് നമുക്ക് എത്ര വെരി ഗുഡ് കിട്ടി, ജോബ് സാറിന്റെ എത്ര വെരി ഗുഡ് കിട്ടിയെന്ന് ചോദിക്കുന്നത്. അപ്പൊ എത്ര വെരി ഗുഡ് കിട്ടിയെന്ന് പറയണ പിള്ളേരോട്. യെസ്, അപ്പോ അവര് പറഞ്ഞപ്പോ സന്തോഷം തോന്നി. കാരണം എനിക്ക് മാത്രമല്ല സാറിനെ പരിചയം, എന്റെ പിള്ളേർക്ക് എല്ലാവർക്കും സാറിനെ പരിചയമാണ് എന്നുള്ളത്. യെസ്, എന്ന് പറഞ്ഞ പോലെ ഷാകിരത്തിന്റെ കുടുംബത്തെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. യെസ്, വെക്കേഷൻ്റെ ആണ്. നാത്തിന്റെ പിള്ളേരും മനീത്തിന്റെ പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവും. നല്ല ബഹളമായിരിക്കും അവിടെ നിന്ന് അറിയാം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞു വന്ന വിഷയം തീർക്കട്ടെ. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് യു ടേക്ക് ദ ഡിസിഷൻ. ലോകത്ത് എന്ത് നടന്നാലും എനിക്ക് എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ എവിടേക്ക് എന്തെങ്കിലുമൊക്കെ നടന്നാൽ അതിന്റെ റിസൾട്ട് എല്ലാവർക്കും ബാധിക്കും. വി ആർ നോട്ട് സെൽഫ് സഫിഷ്യന്റ്, സ്വയം പര്യാപ്തമുള്ളവരല്ല. യെസ്, അതാണ് ഏറ്റവും വലിയ കാര്യം. യെസ്, ഓക്കെ. ആരാണ് പ്രയർ? ഓക്കെ, നയന, കണ്ടിന്യൂ. Dear Lord, first I thanking you for gave us one more chance to live in your beautiful world. Please guide our steps, grant us strength to face challenges and fill our heart with your peace. Help us to love others and honor you in all we do. Dear Lord, keep us safe from all danger today and let our hearts exalt in your protection. And also, I praying for those who suffering from war seek protection, comfort and safety for innocent civilians, refugees and those in danger. Amen. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നായനയുടെ പ്രസംഗത്തില് പ്രാർത്ഥനയില് സിവിലിയൻസിനെ കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ നയന. യെസ്, ദെൻ സൈനിങ് ഓൺ. സ്വപ്നയാണോ? ഓക്കെ, നികിത പറയൂ. Good morning, everyone. It is a great pleasure to welcome you all to today online section. A very warm and special welcome to our teacher, Job sir. We are all excited to learn and improve our English skill with your guidance today. I also welcome all my dear friends. Let us make this class interactive and productive. Welcome once again. Very good. Oh, introductive and productive. Very good, very good, very good. Oh, നല്ല പ്രൈസുകളൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. Then, okay, Sedu, good morning. Then, thought of the day. Sir, ഞാനാണ് ജോസ്. Okay. Okay. Stay optimistic. Every new day offers an opportunity to improve. Yes. Said by Josby. Yes. Okay. Be optimistic. അപ്പോൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക. യെസ്, വെരി ഗുഡ്. അപ്പോൾ ആരംഭിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 9 വെറുതെ ഒന്ന് തുടങ്ങി വെച്ചു. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്,
അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ പറഞ്ഞത് ഞാനൊന്ന് പറയാം. കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു. അർത്ഥം പൂർത്തിയാകുമെങ്കിൽ അതിനെ മെയിൻ ക്ലോസ് എന്നും, അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. വീണ്ടും അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വെർബ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ വരുമ്പോൾ നമുക്ക് വെർബിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ, ആ. ഈ സബ്ജക്ട് വന്ന സിമ്പിൾ പ്രസന്റ് ആകണമെന്നില്ലല്ലോ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ സിമ്പിൾ പ്രസന്റിനകത്ത് സബ്ജക്റ്റും വെർബും നോക്കിയാൽ അത് സെന്റൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന്. അപ്പം പക്ഷെ അത് സബ്ജക്റ്റ് വന്നാല് ഉടനെ തന്നെ സിമ്പിൾ പ്രസന്റ് ആകണമെന്നില്ലല്ലോ. ഇല്ല, സിമ്പിൾ പ്രസന്റ് ചിലപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആവാം, സിമ്പിൾ ഫ്യൂച്ചർ ആവാം, അങ്ങനെ പലതും ആവാം. യെസ്, അപ്പൊ അതനുസരിച്ച് അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരും വെച്ചു. ഓക്കെ സാർ. അപ്പൊ ഷീ ലവ്സ് ടു റീഡ് ബുക്ക് എന്ന് പറഞ്ഞ ഷീ സബ്ജക്റ്റും ലവ്സ് വെർബും അല്ലേ? അപ്പൊ വെർബില് കൂടാതെ എസ് വന്നാലാണോ അത് വെർബ് ആകുന്നത്? എസ് വരുമ്പോഴാണ് അത് വെർബ് ആവുന്നത്. ഓക്കെ സാർ. അപ്പൊ സാറ് പറഞ്ഞില്ലേ V1 V2 V3 പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ അതിന്റെ അകത്ത് വാക്കിട് വാക്കിങ് എന്നല്ലേ വരുന്നത്? V1 വാക്ക്, V2 വാക്കിട്, V3 വാക്കിങ്. V3 വാക്കിംഗ് അല്ല, വാക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇപ്പൊ അങ്ങോട്ട് വരുമ്പോ മനസ്സിലാവും, ഈ ക്ലാസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയി നമ്മൾ ഉപയോഗിച്ചിരിക്കുക. അതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു നോട്ടീസോ എവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡോ കാണുമ്പോൾ അത് ഇംഗ്ലീഷിലുമാണെങ്കിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു പ്രത്യേകതയെ കൂടി ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുണ്ടെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർക്കണം. യെസ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് എക്സെപ്ഷനും പറഞ്ഞു. ഐ എന്ന് പറഞ്ഞാലും യു എന്ന് പറഞ്ഞാലും സബ്ജക്റ്റ് നമുക്ക് സിംഗുലർ ആയിട്ട് തോന്നാം, പക്ഷെ അത് പ്ലൂറലായിട്ട് പരിഗണിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ കേസും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഈ ടെൻസ്, ഇത് പറയുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ. ഹാബിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വഭാവം. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ എന്താ പറയുക? ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെയാണ് ഹാബിറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് നമ്മുടെ ഹാബിറ്റ് ആണെന്ന് പറയില്ലേ? ഹാബിറ്റ് എന്ന് പറയുമ്പോൾ സ്ഥിരം ചെയ്യണത്. സ്ഥിരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല. ചിലപ്പോ ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ പോകുന്നതായിരിക്കാം എന്റെ ഹാബിറ്റ്. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഐ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ വീക്ക്. കണ്ടോ? വൺസ് ഇൻ എ വീക്ക്. അതാണ് എന്റെ ഐ സബ്ജക്റ്റ്, ഗോ പ്രസന്റൻസ്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഹാബിറ്റ് ആകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഡെയിലി ഉണ്ടാവണമെന്നല്ല. യെസ്, വേണമെങ്കിൽ നമുക്ക് പറയാം ആഴ്ചയിൽ 2 ദിവസമേ ഞാൻ ചായ കുടിക്കുള്ളൂ. അതാണ് എന്റെ ക്യാരക്ടർ. ബാക്കി 5 ദിവസം ഞാൻ ചായ കുടിക്കാറില്ല, 2 ദിവസമേ ചായ കുടിക്കുള്ളൂ. അപ്പൊ പറയാം ഐ ഡ്രിങ്ക് ടീ ട്വൈസ് ഇൻ എ വീക്ക്. ട്വൈസ് 2 times, 2 പ്രാവശ്യം ഇൻ എ വീക്ക്. ഒരാഴ്ചയിൽ 2 ദിവസം ഞാൻ ചായ കുടിക്കും. യെസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഈറ്റ് നോൺ വെജിറ്റേറിയൻ ഫുഡ് ട്വൈസ് ഇൻ എ മന്ത്. ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും. അപ്പൊ മാസത്തിൽ 2 പ്രാവശ്യം കൊണ്ട് കഴിക്കും. അതാണ് എന്റെ ഹാബിറ്റ്.
യെസ്. അപ്പൊ അത് ഡെയിലി വേണം എന്നുള്ളതല്ല, ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഓക്കെ. ഞാൻ ഇനി ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്നോ താരാഗിരി, Yes, sir. ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി, സംഗതിയായിട്ടൊന്നും. യെസ്. താരാഗിരിയുടെ ജീവിതത്തിലോട്ടൊന്ന് നോക്കാം. നോക്കിക്കഴിയുമ്പോൾ താരാഗിരിയുടെ സ്വഭാവമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. യെസ്. അപ്പൊ താരാഗിരിക്ക് പറയാം, ഞാൻ എല്ലാ ദിവസവും 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ചിലപ്പോ ഒരു ദിവസം 7 മണിയായിട്ടുണ്ടാവാം, അപ്പോട്ടെ. എന്നിരുന്നാലും 6 മണിക്കാണ് താരാഗിരി എഴുന്നേൽക്കുന്നത്. അപ്പൊ താരാഗിരിക്ക് എന്ത് പറയാം? ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഗെറ്റ് അപ്പ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ എനിക്ക് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും 6 മണിക്ക് എഴുന്നേൽക്കുന്നതാണ് താരാഗിരിയുടെ ഹാബിറ്റ്. യെസ്. അത് താരാഗിരി പറയുന്നു, ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും താരാഗിരി രാവിലെ കുടിക്കുന്നത് ചായയല്ല, വെള്ളമാണ്. കാരണം ഐ സബ്ജക്റ്റ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. യെസ്, ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ ദ മോർണിംഗ്. യെസ്. അങ്ങനെ താരയുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ താരയ്ക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു 5 സ്വഭാവങ്ങളൊന്നും പറഞ്ഞു. യെസ്. ഞാൻ പിള്ളേരെ ഇന്നും തല്ലാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഐ ബീറ്റ് മൈ ചിൽഡ്രൻ. അതിൻ്റെ ഒരു ക്യാരക്ടറാണ്. യെസ്. അല്ലെങ്കിൽ ഞാൻ പിള്ളേരെ ചീത്ത പറയാറുണ്ട്. ഐ സ്കോൾഡ് മൈ ചിൽഡ്രൻ. പിള്ളേരെ ഞാൻ ചീത്ത പറയാറുണ്ട്. യെസ്. എൻ്റെ ഡ്രസ്സ് ഞാൻ ദിവസവും വാഷ് ചെയ്യാറുണ്ട്. ഐ വാഷ് മൈ ഡ്രസ് എവറി ഡേ. യെസ്. വീട്ടിലെ കിച്ചൺ ഞാൻ എല്ലാ ദിവസവും ക്ലീൻ ആക്കാറുണ്ട്. ഐ ക്ലീൻ ദ കിച്ചൺ ഡെയിലി. കേട്ടാ, ഐ സബ്ജക്റ്റ്, ക്ലീൻ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ബാക്കിയുള്ളതൊന്നും പരിഗണിക്കില്ല, ഇത് മാത്രം നോക്കിയാൽ മതി. യെസ്. അപ്പൊ അതിന് താരയുടെ ജീവിതത്തിലോട്ട് നോക്കി കഴിയുമ്പോൾ കാണുന്ന ഒരു 5 സ്വഭാവം കൊണ്ട് പറഞ്ഞു തരാം. നമ്മൾ പറയാൻ വേണ്ടി സ്വഭാവം റെഡി ആക്കിക്കോ. First, I wash my dress every day. ഫസ്റ്റ് അത് കറക്റ്റ് ആണ്. ഐ വാഷ് മൈ ഡ്രസ് എവറി ഡേ. Every morning, first brush your teeth. Yes. I brush my teeth every day. I brush my teeth in the morning. First. ആദ്യം എല്ലാ ദിവസവും ആദ്യം പല്ല് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. I prepare food every day. I prepare food every day. I prepare food. Yes. Okay. I prepare food. I prepare food for the family. എന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനാണ്. യെസ്. ഓക്കെ. എവരിഡേ മൈ കിഡ്സ്. കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. കുളിപ്പിക്കുക, പല്ലേൽപ്പിക്കുക, ആഹാരം കൊടുക്കുക. ഓക്കെ. അപ്പൊ അത് എപ്പോഴും സബ്ജക്റ്റ് വെർബ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എവരിഡേ ഒക്കെ ഞാൻ ഐ ടേക്ക് കെയർ ഓഫ് സംരക്ഷിക്കാൻ നോക്കുക, പരിഗണിക്കാൻ നോക്കിയാണ്. ഐ ടേക്ക് കെയർ ഓഫ് മൈ ബേബീസ്. എന്റെ കുട്ടികളെ ഞാൻ സംരക്ഷിക്കണം. ഓക്കെ, എല്ലാത്തിനും എന്റെ അത് പെട്ടു. പിന്നെ ഐ വെച്ച് പറഞ്ഞു. വീടൊന്ന് വൃത്തിയാക്കാറുണ്ടോ? പിന്നെ അത് പറഞ്ഞോ. മൈ ഹൗസ് എവരിഡേ ക്ലീനിങ്. Present of the verb. I clean my house. അത്രയും പറഞ്ഞാലും മതി. എവിടെ വേണമെങ്കിൽ പറഞ്ഞു നോക്കി. ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ളത് മൂന്നാമതാ പറയാം. ഞാൻ ചായ കുടിക്കാറുണ്ട്.
അപ്പൊ ആദ്യം ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ഈ ചായ എന്നുള്ളത് മൂന്നാമതാ പറയാം. ഐ ഡ്രിങ്ക് ടീ, ഞാൻ കുടിക്കാറുണ്ട് ചായ, അങ്ങനെ എഴുതാവും ഇംഗ്ലീഷിൽ. അല്ലാതെ ഐ ടീ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഐ ഡ്രിങ്ക് ടീ. എന്ത് എന്നുള്ളതിന്റെ ഉത്തരം മൂന്നാമതാ പറയാം. അപ്പൊ ഇതാണ് ഐ ക്ലീൻ, ഞാൻ വൃത്തിയാക്കാറുണ്ട്. മൈ ഹോം, എന്റെ വീട് ഞാൻ വൃത്തിയാക്കാറുണ്ട്. യെസ്, ഓക്കെ. പിന്നെ I phone call my mother. യെസ്. അപ്പൊ അവിടെയും നേരെ പറഞ്ഞ ഇത് ലെവലിൽ നിന്ന് മാറിപ്പോയി. ഞാൻ അപ്പൊ ഇതുപോലെ I. പിന്നെ എന്ത് ചെയ്യുന്നത്? അറ്റൻഡ് ചെയ്യാറുണ്ടെന്നല്ലേ പറഞ്ഞത്. Yes. അപ്പൊ ഐ അറ്റൻഡ് അല്ല, സബ്ജക്റ്റ് പോയി വെർബ് പോയി. ഇനി ചോദിക്കുക, എന്ത് അറ്റൻഡ് ചെയ്യാറുണ്ട്? ഫോൺ കോൾ. ആരുടെ ഫോൺ കോൾ? അത് പിന്നീട് Mother. ഇപ്പൊ കറക്റ്റ്. ഐ അറ്റൻഡ് ദ ഫോൺ കോൾ. ആദ്യം സബ്ജക്റ്റ്, അത് തന്നെ വെർബ്. ഓക്കെ തരാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Thanks, sir. അച്ചു പറഞ്ഞു. ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ വെർബിന്റെ കസ്റ്റമേഴ്സ്. Okay, sir. I work with a running every morning. പരിസ്ഥിതിക വണ്ടിയിൽ പോണേ. I work with a running every morning. ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. Okay, sir. I work with running every morning. ഒന്നുകൂടി പറഞ്ഞ I work with a running every morning. അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ രാവിലെ നടക്കാൻ പോവും. ഞാൻ രാവിലെ ഓടാൻ പോവും. അപ്പൊ ഞാൻ ഓടാറുണ്ട്, അത്ര പറ. ഞാൻ ഓടാറുണ്ട്, അത്ര പറ. I work a running. അത്ര വരുമ്പോ ഐ റൺ. സബ്ജക്റ്റും വെർബും. ഐ, ഞാൻ ഓടാറുണ്ട്. ഐ റൺ. ഇനി ബാക്കി പറഞ്ഞാൽ എപ്പോഴാണോ? രാവിലെ. Okay, sir. Okay, sir. എപ്പോഴും ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്. Okay, sir. Every morning brush my teeth. Brush and teeth. സബ്ജക്റ്റ് ആദ്യം വരട്ടെ, സബ്ജക്റ്റ് ആദ്യം വരട്ടെ. പറഞ്ഞോ. I drink glass of water. Yes, I drink a glass of water. I wash my dress every day. I drink a glass of water എന്ന് പറഞ്ഞതാണ് ഞാൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്യുന്നത്. I drink a glass of water in the morning. അതല്ല ഉദ്ദേശിച്ചത്, രാവിലെ അല്ലേ? അടുത്തത്. I clean my kitchen every day. Yes, I clean my kitchen every day. Correct ആണോ? Okay, sir. My clean my home. I clean my home. Okay. I clean my home. Correct ആണ്. Okay. അതെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ടൊന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ല, ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, അതൊക്കെ പറഞ്ഞു. ആ അടുക്കളയും ആ വീടിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ സാർ. ഇവിടെ മരം വിട്ടു, അതിന്റെ ശബ്ദം കാരണം കേൾക്കത്തില്ല. Yes. I attend my phone. Yes, I attend my phone. I study in my home every day. House every day. Study English grammar every day. ഞാൻ എന്റെ വിഷയം എടുക്കട്ടെ. I study English grammar every day.
ഓക്കെ സാർ. പിന്നെ പഠിപ്പിക്കാറില്ലേ? ആ അപ്പോഴോ എന്താ ഞാൻ സാർ? കുട്ടിയെ പഠിപ്പിക്കാറുണ്ട്. എന്താ സാർ? I And I study in my house every day. yes, I study English grammar every day. പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ടീച്ചർ. ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ആ രേവതി ഇതൊക്കെ രേവതിയുടെ ശേഷം വിളിക്കലാന്ന് ചോദിച്ചാൽ അത് വിളിക്കേണ്ടത് പറയൂ. I have morning. സാർ കഴിഞ്ഞില്ല. ആ ഓക്കെ ഓക്കെ അച്ചു വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ പറഞ്ഞോ. Sir, I read story every day. My husband go for work every day. Yes. My I go for jogging. രണ്ടാമത് My husband. അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മൈ ഹസ്ബൻഡ് ഗോ എന്ന് പറയില്ല, ഒരാളല്ലേ ഉള്ളൂ. മൈ ഹസ്ബൻഡ് ഗോസ് എന്ന് പറയും. Okay. മൈ ഹസ്ബൻഡ് ഗോസ് ടു വർക്ക് എവറി ഡേ. I go for jogging in the morning. യെസ് കറക്റ്റ് ആണ്. My son go for tuition every day. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. മൈ ഹസ്ബൻഡ് പറഞ്ഞ പോലെയാണ് ഇവിടെ വന്നേക്കുന്നത്. Goes. മൈ സൺസ് ആണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഒരു കൊച്ചിന്റെ പോകുന്നുള്ളൂ, അപ്പൊ Oh. എസ് വരും. My mother take medicine twice a day. യെസ് അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. മൈ മദർ ഒരമ്മയിലേ ഉള്ളൂ. Takes. മൈ മദർ ടേക്സ്. യെസ് ഐഷ പറഞ്ഞോട്ടെ. ഇവിടെ മൊത്തം ഒറ്റപ്പാലം വെള്ളവും. ഇവിടെ അത് തന്നെ സർ. യെസ് ഓക്കെ. ഇന്ന് കൂടിയേ ഉള്ളൂ സർ. I clean my toilet 2 or 3 times every day. വെരി ഗുഡ് കറക്റ്റ് ആണ്. ഐ ക്ലീൻ മൈ ടോയ്ലറ്റ് 2 or 3 times every day. ഓക്കെ. I care my plants and garden every day. യെസ് ഐ കെയർ മൈ പ്ലാന്റ്സ്. കറക്റ്റ് ആണ്. I have take 1 banana every day morning. യെസ് അവിടെ എല്ലാം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ഹാവ് ചേർക്കില്ല എന്റെ അടുത്ത്. I have ഞാൻ എടുക്കുന്നു. അല്ല ഐ ടേക്ക്. I take. അപ്പൊ have വേണ്ട. ഹാവ് വേണ്ട. യെസ് ഐ banana in the morning. Yes. Every day morning. അടുത്ത് I maintain my sewing machine in every day. Yes, correct. I maintain subject and object. I go to school every day and drop my daughter. Yes, I go to school every day with my daughter. My Yes. daughter drop ചെയ്യാനാണ് പോണത്. To drop my daughter. പിന്നെ പറഞ്ഞല്ലേ കറക്റ്റ്. പയ്യന്നെ സാർ ഞാൻ നോക്കി പേപ്പർ. ഇത് പറഞ്ഞ 6 ആവാൻ പറഞ്ഞിട്ട് വെരി ഗുഡ്. സുമയ പറയൂ. സുമയുടെ 5 സ്വഭാവങ്ങൾ പറയും. സുമയ വരുമെന്ന് വിചാരിക്കാം. ഓക്കെ. സുമയ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അതിനെ വരും. ഓക്കെ 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 സുമയ നോ പ്രോബ്ലം. രേഷ്മ സ്വഭാവങ്ങൾ പറഞ്ഞ രേഷ്മ. I go to temple in daily morning, every morning. I go to temple daily in the morning. Yes. I wash my dress every day. Correct. കുറച്ചൊക്കെ ചേർത്തോ? എല്ലാരും പറഞ്ഞതിനൊക്കെ മാറ്റി പിടിച്ചോ? Yes. I teach my babies. Yes. Takes അല്ല, ഐയുടെ ഉദ്ദേശം വേണ്ട. I take my babies. I go to dance practice class in every night. Yes, I go to dance classes, dance practice. Correct. I clean my home. Yes, correct. I go to daily in shop. I go to shop in daily. I go to shopping daily. Correct. I cook breakfast in my family. Yes,
I cook breakfast for my family. Okay. Thank you, sir. Okay. Shani Roji, for you. Kirta, get ready. Yes, sir. I feed my dog every day. Yes, I that I feed my dog every day. വീട്ടിനായിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാറുണ്ട്. Yes. In last 2 months, I go to church every day. Yes. Okay. November. Okay. I talk to mother every day. I talk to my mother every day. I pray to God every day. Yes. I pray to God every day. Sometimes I watch movie in free time. Yes. Sometimes I watch movie in free time. I check WhatsApp message every day. Yes. I check WhatsApp messages every day. അത്രേ ഉള്ളൂ സാറേ. താങ്ക്സ്. Very good. Shagilate, get ready. Kirtana, for you. I wake up early in the morning. Yes. Okay. I brush my teeth. Yes. Okay. I get ready for the day. Yes. I go to work. Yes. Okay. I teach my students. Yes. Correct. I spend time with my family. Yes. Oh, very good. I go to bed at night. Yes. അപ്പോൾ നമുക്ക് ഒരു സമയം പറയാം. At 10 o'clock. 10 മണിക്ക് ഉറങ്ങാൻ പോകും. Very good. Okay. Very good. Nikita, get ready. Sahilate, പറയൂ. I eat breakfast every day. Yes. Very good. I play with my children every day. Yes. Okay. Correct. I prayer every day. പ്രയർ പറയില്ല, അല്ലെങ്കിൽ പ്രയർ എന്ന് പറഞ്ഞാൽ നൗണാണ്, പ്രാർത്ഥന എന്നാണ്. പ്രാർത്ഥിക്കാന്നുള്ള പ്രയർ എന്നാക്കണം, അല്ലെങ്കിൽ ഐ ഡു പ്രയർ എന്നാക്കണം. അപ്പൊ കറക്റ്റാണ്. I clean my house every day. Yes, correct. I watch news every day. Correct. I study every day. I study every day. Correct. I help my husband every day. Yes. Okay. Okay, that's all, sir. Yes, very good. Alisa, get ready. Nikita, for you. I watch online class every day. Yes. Oh, very good. I water the plants every day. Correct. Very good. My son goes to the nursery daily. Yes, correct. My son loves to play with his toys. Yes, correct. I go to church every Sunday. Yes, correct. കഴിഞ്ഞു സർ. Yes, very good. ഒരു മിസ്റ്റേക്കില്ല. കറക്റ്റ് ആണ്. സേതുലക്ഷ്മി, get ready. പറഞ്ഞോളൂ അലീസ. I mop the floor twice in a week. Yes, correct. I wash my hair once in a week. Yes, correct. We pray ആരും പറയാത്തതുണ്ട്. Yes. We pray at 8 o'clock every day. Very good. I listen Arjit song when I need break. Yes. I attend online class at 11:30 a.m. daily. Yes. I read Bible every day. Oh, very good. Yes. Mistake ഒന്നുമില്ല. Correct. സൈബ, get ready. സേതു, പറയൂ. I brush my teeth every day. Yes. I bath every day. Yes. Eating a healthy breakfast. Yes. I wash my hands. I drinking water purify Yes. every I day. drink water. Yes. I physical activities every day. I do physical activities every day. I reading every day. I read every day. Present sorry. I spending family time. I spend time with my children. കുട്ടികളൊപ്പം ഞാൻ
സമയം ചിലവഴിക്കാറുണ്ട്. ഓക്കെ ഓക്കെ യെസ് ഓക്കെ സേതു, രഞ്ജിനി ഗെറ്റ് റെഡി. സൈബ പറയൂ. I wake up at 4 o'clock. ഓ വെരി ഗുഡ്. I make my bed and wash my face. യെസ് Then I brush my teeth. യെസ് I prayer every day. ഐ ഡു പ്രയർ അല്ലെങ്കിൽ ഐ പ്രേ എവരി ഡേ. Then I prepare a hot cup of tea for myself. യെസ് ഫോർ മൈസെൽഫ്. വെരി ഗുഡ്. ഞാൻ എനിക്ക് വേണ്ടി ചൂടുള്ള ചോപ്പ് ചായ ഉണ്ടാക്കുന്നു. വെരി ഗുഡ്. അത്രേ ചെയ്തിട്ടുള്ളൂ. അത്ര ഇതിലുള്ളൂ. ഓക്കെ ഓക്കെ സൈബ, വെരി ഗുഡ് വെരി ഗുഡ്. ഷിഫാന ഗെറ്റ് റെഡി. ലാസ്റ്റ് ആണ് ഷിഫാന. രഞ്ജിനി പറഞ്ഞോളൂ. I watch news every morning. യെസ് ഓക്കെ I wash my clothes every day. കറക്റ്റ്. I go to church on Sundays. യെസ് ഓക്കെ I prepare delicious food when I get free time. ഓ വെരി ഗുഡ്. That's all. അത്രേ ഉള്ളൂ. യെസ് ഓക്കെ ഓക്കെ പറഞ്ഞ മുഴുവൻ മെഡിക്കൽ ഐറ്റംസ് ആണ്. ഓക്കെ വെരി ഗുഡ് വെരി Thank ഗുഡ്. you. യെസ് ഓക്കെ ഓക്കെ സൈബ പറഞ്ഞതല്ലേ? പറഞ്ഞു. യെസ് ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യണം. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും വന്നു കഴിഞ്ഞാല് അതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ആ സിമ്പിൾ പ്രസന്റ് സൂചിപ്പിക്കുന്നത്, ഷിഫാന ഞാൻ പറയട്ടെ, ആ സിമ്പിൾ പ്രസന്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഹാബിച്വൽ ആക്ഷനാണ്, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പൊ സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇനി രണ്ടാമത് അടുത്ത ഒരു ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ്. ഹെഡിങ് എഴുതുക സിമ്പിൾ പാസ്റ്റ്. SIMPLE സിമ്പിൾ, PAST പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. അതിന്റെ താഴെ എഴുതുക എസ് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് വി. എന്നിട്ട് ബ്രാക്കറ്റില് പാസ്റ്റ് ടെൻസ് എഴുതുക, പാസ്റ്റ് ടെൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതി, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എഴുതുന്നത് എങ്കിൽ അതെന്താണ്? ആ സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് എഴുതി കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പൊ ഷീ വെന്റ്, ഗോ പ്രസന്റ് ടെൻസ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. ഷീ വെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കും, ഷീ എന്ന് പറയുമ്പോൾ ഒരു എസും കൂടി ചേർക്കേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. ചേർക്കേണ്ട. കാരണം ഷീ കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ആ നിയമം ബാധകമുള്ളൂ. ഇവിടെ ഷീ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. യെസ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണ്ട? എസ് വേണ്ട. ഷീ ആയാലും നേരെ അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് വേറെ അടുത്ത വാക്ക് പറയാം. ഷീ ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ഷീ ടുക്ക് ആൻ അംബ്രല്ല, അവളൊരു കുട എടുത്തു. യെസ്. ഐ ലൗഡ്, LOVED, ലൗഡ് ഇന്ത്യ, ഞാൻ ഇന്ത്യയെ സ്നേഹിച്ചു. ഐ സബ്ജക്റ്റ് ആണ്, ലവ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ലൗഡ്. ഓക്കെ, വെരി ഗുഡ്. ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ 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 കറക്റ്റ് ആണ് സേതുലക്ഷ്മി. യെസ്. ഇപ്പൊ സേതുലക്ഷ്മി എല്ലാം ചോദിച്ചു സ്ഥിതിക്ക് ഞാൻ സേതുലക്ഷ്മിയോട് ഒരു കാര്യം ചോദിക്കാം. സേതു പറഞ്ഞു സാറേ. പറഞ്ഞു സാറേ അല്ലേ? അബദ്ധമായി പോയി അവനെ എഴുതിയത് അല്ലേ? നോ പ്രോബ്ലം. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ലൗഡ്, LOVED, ലൗഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ലൗഡ് എന്ന് തന്നെയാണ്. അപ്പൊ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൗഡ് എന്ന് തന്നെയാണ്. യെസ്. ഓക്കെ. ലവ്, ലൗഡ്, ലൗഡ്. അപ്പൊ ഞാൻ പറയുന്നത്, ഐ ലൗഡ് ഇന്ത്യ എന്ന് പറയുമ്പോ ആ ലൗഡ് എന്ന് പറയുന്ന വേർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിക്കൂടെ? പാസ്റ്റ് ടെൻസ് ആവണമെന്നില്ലല്ലോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ലൗഡ് ഇന്ത്യ അങ്ങനെ പറയാം. അപ്പൊ ഞാൻ ചോദിച്ചത്, ഐ
ലൗഡ് ഇന്ത്യ, ലൗഡ് എന്നുള്ള വേർഡ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത്. അത് പാസ്റ്റ് ടെൻസ് ആണോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ എന്നാണ് ചോദ്യം. അത് പാസ്റ്റ് ലൗഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡ് ആണ്. അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ? അത് രണ്ടും ആകാൻ പറ്റുമോ? എന്താണ് സേതുവിന്റെ അഭിപ്രായം? ഐ ലവ് ഈസ് പാസ്റ്റ് ടെൻസ് അല്ലേ? ഐ ലവ് അല്ല, ലൗഡ് ആണ്. LOVED. ലൗഡ് പാസ്റ്റ് ടെൻസ് ആണ്. ശരി. അപ്പൊ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡ് തന്നെയല്ലേ? കൺഫ്യൂഷനായി സാറേ. കൺഫ്യൂഷനായി. ഓക്കെ. അപ്പൊ നമുക്ക് ഷിഫാനോട് ചോദിക്കാം. ഷിഫാന, എന്ത് തോന്നുന്നു? യെസ്. ലൗഡ് ഇന്ത്യ എന്ന് പറയുന്നു. അതിന്റെ ലൗഡിന്റെ അടിയിൽ വരച്ചിരിക്കുന്നത് അത് പാസ്റ്റ് ടെൻസ് ആണോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ എന്നാണ് എന്റെ ചോദ്യം. അതായത് രണ്ടും ആകുമോ എന്നാണ് ചോദ്യം. സാറേ കൺഫ്യൂഷൻ തീർക്കണമേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കൺഫ്യൂഷൻ വന്നില്ലേ? അതൊരു പുതിയൊരു ലക്ഷണമാണ്. ഏത് പറഞ്ഞല്ലോ, കൺഫ്യൂഷൻ ആയെന്ന് പറഞ്ഞില്ലേ? കാരണം പാസ്റ്റ് ടെൻസും അത് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെയാണ്. അപ്പൊ അത് V2 V3 രണ്ട് സെയിം ആണ്. അപ്പൊ അത് അങ്ങനെ വരുമല്ലോ. ചില വേറെ വേർഡ് ഉണ്ട്, ലൈക്ക്, LIKE. അതിന്റെ പാസ്റ്റ് ടെൻസ് LIKED, പാസ്റ്റ് പാർട്ടിസിപ്പിളും LIKED തന്നെയാണ്. ഇപ്പൊ എവിടെയെങ്കിലും ലൈക്ക്ഡ് എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. രഞ്ജിനിനോയ് എന്ത് പറയുന്നു? ലൗഡ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ വാക്ക് പാസ്റ്റ് ആയിരിക്കോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കോ? രണ്ടും അല്ലേ? രണ്ടുമാണ്. യെസ്. ഓക്കെ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടും പരിഗണിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടും പരിഗണിക്കാം എന്നാണ് രഞ്ജിന്റെ അഭിപ്രായം. വെരി ഗുഡ്. സൈബയുടെ അഭിപ്രായം പറയും. ലാസ്റ്റ് ഒരാളെ കൂടി ചോദിച്ചത് അവസാനിപ്പിക്കാൻ. എല്ലാ സാർ പറഞ്ഞ ഫാസ്റ്റ് ആണോ ഞാൻ വിട്ടേര്. ലൗഡ് എന്ന് പറഞ്ഞ വേർഡ് എവിടെയെങ്കിലും നമ്മൾ കണ്ടു കഴിയുമ്പോ അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് പരിഗണിക്കുന്നു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് പരിഗണിക്കുന്നു, രണ്ടുമായിട്ട് പരിഗണിക്കുന്നു. അതാണ് ചോദ്യം. രണ്ടായിട്ടും പരിഗണിക്കാം. അപ്പൊ രഞ്ജിനിയുടെ അതേ പാതയിലൂടെ വരുന്ന ആളാണ്. അത് അല്ല, അത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡിന് അതിന് ഇൻഡിപെൻഡന്റ് ആയ ഒരു അർത്ഥമില്ല. പ്രസന്റ് ടെൻസ് പോകുക, പാസ്റ്റ് ടെൻസാണ് വെന്റ്, പോയി. ഗോൺ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതിന് അർത്ഥം പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ ഹാസോ ഹാവോ ഹാഡോ ചേരുമ്പോഴേ അതിനർത്ഥം ഉണ്ടാവുള്ളൂ. ഹാസോ ഹാവോ ഹാഡോ ചേരുമ്പോഴേ അതിനൊരു മീനിങ് വരുള്ളൂ. അപ്പൊ നമുക്ക് പറയാം LOVED, ലൗഡ് എന്നുള്ളത് മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ആയിരുന്നത് എങ്കിൽ അതിന്റെ മുന്നിൽ ഹാസോ ഹാവോ വരുമായിരുന്നു. ഐ ഹാവ് ലൗഡ് ഇന്ത്യ, അപ്പൊ ആ ലൗഡ് ഏതാണ്? മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. മറിച്ച് ഐ ലൗഡ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ അല്ല, രണ്ടാമത്തെ. ഓക്കെ, ഗെറ്റ് ദ പോയിന്റ്? യെസ്. എപ്പോഴും ഓർമ്മയുണ്ടാവണം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെങ്കിൽ V3 ആണെങ്കിൽ അതിന്റെ കൂടെ ഹാസോ ഹാവോ ഹാഡ് കയറുന്നുണ്ട് എങ്കിലേ അതിന് നിലനിർത്താൻ പറ്റുള്ളൂ, അല്ലാണ്ട് നിലനിർത്താനായിട്ട് പറ്റില്ല. അപ്പൊ ഞാനിവിടെ ഐ ലൗഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഹാസ് ഹാവ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കത് പറയാം, അതേതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്, ഐ വെന്റ് ടു ഡൽഹി, ഷീ മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. ഓക്കെ. അപ്പോ ഈ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന സംഗതി നേരത്തെ ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്, വെച്ചാല് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞു പോയ സംഭവം, ഇന്നലെയോ മിനിയെന്നാളോ അതിന്റെ തലേദിവസമോ കഴിഞ്ഞ വർഷമോ 10 വർഷം മുമ്പോ അപ്പൊ ചെയ്ത കാര്യമില്ലേ,
അത് പറയുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ 2000-ൽ SSLC പാസ്സായി. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ പാസ്ഡ്, PASSED. ഐ സബ്ജക്റ്റ് പാസ്ഡ്, പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഐ പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ ഇൻ 2001. 2001 ഞാൻ SSLC പരീക്ഷ പാസ്സായി. ഐ ഓർഡേഡ്, ഇപ്പൊ 12/15. നിങ്ങൾ 12/14 നിങ്ങളൊരു കേക്ക് ഓർഡർ ചെയ്തു ഓൺലൈൻ വഴി. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ ഓർഡേഡ് എ കേക്ക്. ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തു. അതായത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്, നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റത് 7 മണിക്കാണ്. അപ്പൊ അത് നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസിൽ പറയാം ഐ ഗെറ്റ് അപ്പ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ പറയണം. ഐ ഗോട്ട് അപ്പ് അറ്റ് 7 o'clock in the morning. ഇന്ന് രാവിലെ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മുടി എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഐ കട്ട് മൈ ഹെയർ. യെസ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മുടി ഒന്ന് മുറിച്ചു. യെസ്, ഇന്ന് ഞാൻ എന്ത് ചെയ്തു? രാവിലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി ഇന്ന് രാവിലെ. അപ്പൊ അത് പറയാം ഐ പ്രിപ്പയർഡ് വെജിറ്റബിൾ ബിരിയാണി ഇൻ ദ മോർണിംഗ്. ഐ സബ്ജക്റ്റ് prepared, past tense of the verb. I prepared vegetable biryani. Correct idea. Yes. ശരി, പേ ആണ്, പേ ദ ബിൽ. പേ എന്നല്ല, പേ present tense ആണ്, PAY. അതിന് പാസ്റ്റ് ടെൻസ് പറഞ്ഞു ഐ പെയ്ഡ്, PAID. ഓക്കെ, ഐ പെയ്ഡ് ദ ബിൽ അറ്റ് 10 o'clock. പാസ്റ്റ് ടെൻസ് പറയൂ. പ്രസന്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്ത കാര്യം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരം ചെയ്യുന്നതല്ല. ഇന്നത് ചെയ്തു. ഞാൻ 10 മണിക്ക് ബിരിയാണി ഉണ്ടാക്കി എന്നുവെച്ചാൽ എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കോ? അതല്ല, ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കി. ഐ ടുക്ക് മൈ ബാത്ത് അറ്റ് 8 o'clock in the morning. രാവിലെ 7 മണിക്ക് ഞാൻ കുളിച്ചു. ടേക്കല്ല, ടുക്ക് എന്നാ പറഞ്ഞങ്ങനെ, കുളിച്ചു. അതിന്റെ അർത്ഥം ഞാൻ എല്ലാ ദിവസവും 8 മണിക്ക് കുളിക്കുമെന്നല്ല. ഇന്ന് ഞാൻ 8 മണിക്ക് കുളിച്ചിട്ടുണ്ട്. നാളെ ചിലപ്പോൾ 7 മണിക്കായിരിക്കാം, അതിന്റെ പിറ്റേ ദിവസം 7:30 ആയിരിക്കാം. അത് വ്യത്യാസം ഉണ്ടാവും. നേരെ മറിച്ച് ഐ ടുക്ക് മൈ ബാത്ത് എന്നുള്ളതിന് പകരം ഐ ടേക്ക് മൈ ബാത്ത് അറ്റ് 8 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 8 മണിക്ക് കുളിക്കാറുണ്ട് എന്ന് അർത്ഥം. അപ്പൊ സ്ഥിരമായി. യെസ്, അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യവും, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് കഴിഞ്ഞു പോയ സംഭവം. ഇന്നലെ വീടിന്റെ മുറ്റത്ത് ഒരു പാമ്പ് വന്നു, ഞാൻ അതിനെ കൊന്നു. ഐ കിൽഡ് ദ സ്നേക്ക് യെസ്റ്റർഡേ. ഐ കിൽഡ് ദ സ്നേക്ക് യെസ്റ്റർഡേ. ആ പാമ്പിനെ ഇന്നലെ ഞാൻ കൊന്നു. യെസ്, ശരി റോജി. ഇപ്പോ 12:18. ഇന്ന് രാവിലെ ശനി റോജി ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി. എല്ലാ പാസ്റ്റ് ടെൻസിലായിരിക്കും, എല്ലാ സിമ്പിൾ പാസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഇന്ന് 12:18 മുമ്പ് ശനി ചെയ്തേക്കുന്ന എല്ലാരും ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. I got up. I got up at 6 o'clock in the morning. ഞാൻ വെറുതെ ബാക്കിയാണ് ഫിൽ ചെയ്തത്. അല്ലെങ്കിൽ ഐ ഗോട്ട് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. യെസ്, അറ്റ് ഒരു സമയം പറഞ്ഞു. എല്ലാവരും വന്ന് 7 o'clock. 6 o'clock. ശരിക്കും 7 o'clock ആണ്. അപ്പോഴാണ് തോന്നിയത് 7 പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവില്ല, എത്രയും വൈകി എഴുതാനാണെന്ന് വിചാരിക്കില്ലേ. 1 മണിക്കൂർ പെട്ടെന്ന് അപ്പൊ പറയാം ഐ വെന്റ് ടു ചർച്ച്. ഐ ഗോ ടു ചർച്ച് എന്ന് വെച്ചാല് പള്ളിയിൽ പോകുന്നത് സ്ഥിരം പോകാറുണ്ടായിപ്പോ. അതല്ല, ഇന്ന് പള്ളിയിൽ പോയി. ഐ വെന്റ് ടു ചർച്ച്. ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ്. ഐ വെന്റ് ടു ചർച്ച്. ഓക്കെ, I went to മൂവി അല്ല വാച്ച്. I went to see a movie. സിനിമയ്ക്ക് പോയി. കറക്റ്റ് ആണ്. പിന്നെ
I prayed അല്ല വരാ. I Prayed. prayed In the morning. in Yes. the morning at 10 In the o'clock. morning. In the morning At 10 o'clock. Yes. I prayed at 10 o'clock in the morning. ശരിയാ. I prayed with my kids at 11 o'clock. Yes. I played with my kids at 11 o'clock. നീ ഇന്നലത്തെ കാര്യം പറയൂ. ശരി. ഇന്നലെ ഉണ്ടായ സംഭവം പറയൂ. പറഞ്ഞില്ലേ മൈ ചൈൽഡ് കോൾഡ് മീ. കറക്റ്റ് ആണ്. എന്റെ കുട്ടി എന്നെ വിളിച്ചു. മൈ ചൈൽഡ് കോൾഡ് CLLD കോൾഡ് മീ. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു ഒന്ന് നോക്കിയവനെ. I looked LWKD മൈ ചൈൽഡ്. ഞാൻ പകരം ഒന്ന് നോക്കി. അപ്പൊ അവൻ എന്ത് ചെയ്തു ഒന്ന് ചിരിച്ചു. മൈ ചൈൽഡ് സ്മൈൽഡ്. SMIL. കേട്ടാ, അതിൽ നിന്ന് നിങ്ങൾ പിടിച്ചാണ് പോവാ. യെസ്. ഓക്കെ, പറഞ്ഞോളൂ. I meet വെച്ചപ്പോ മീറ്റ് ചെയ്തു എന്നുള്ളതിന് I met my friend yesterday. Yes, correct. I met my friend yesterday. Yes. I met my friend Shifana yesterday. Correct. I bought a new dress, a new material yesterday. I got new dress material yesterday. Correct. ഇന്നലെ പുതിയ ഡ്രസ് മെറ്റീരിയൽ കിട്ടി. കറക്റ്റ്. I stitched that yesterday night. Yes. Okay. I stitched the dress yesterday. Okay. Very good. Okay, Shini. Achu, പറയൂ. അച്ചു ചെയ്ത ഇന്നലെ ചെയ്തോ. I enjoyed last day. Correct ആണ് രേവതി. Correct ആണ്. I enjoyed last day എന്നുള്ളതിന് പകരം നമുക്ക് ആ ലാസ്റ്റ് ഡേ മാറ്റിയിട്ട് വേറെ ചേർക്കാം. I enjoyed the birthday party. I enjoyed the wedding function. കേട്ടാ, അല്ലെങ്കിൽ the birthday function. അങ്ങനെ നമുക്ക് മാറ്റി മറിച്ചും പറയാം. അച്ചു പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം പറയും. ഭർത്താവായിട്ടുള്ള വഴക്കിട്ട്. അപ്പൊ നമുക്കൊന്ന് പറയാം I quarreled with my husband. Okay, പറഞ്ഞോ. I get up early in the morning. മിസ്റ്റേക്ക് ഉണ്ട്. ഗെറ്റ് എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വേണം. I got up early എന്ന് പറയും. പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ്. Okay. I love to read book. Yes, I love to read the book. I love to read book. I love എന്ന് പറയില്ല. I loved. Love present tense ആണ്. I loved to read books. Okay. I went to church. I went to church. I went to market. I went to temple. Correct. I enjoyed with my birthday party. Yes, I enjoyed my birthday party. അത് വേണ്ട, അത്ര മതി. ഞാൻ വിത്ത് പറഞ്ഞപ്പോൾ വിചാരിച്ച് വിത്ത് മൈ ചിൽഡ്രനോ അങ്ങനെ എന്തെങ്കിലും കൂടെ വരുമെന്നാണ് വിചാരിച്ചത്. ഓക്കെ. ഓക്കെ അച്ചു. ദെൻ ഷാഹിലത്തെ പറയൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവം പറയൂ. അത് കഴിഞ്ഞ ദിവസമോ കഴിഞ്ഞ വർഷമോ എന്തായാലും കുഴപ്പമില്ല. എല്ലാ പ്രശ്നമാണ്. I went to see a movie yesterday. Correct. I went to see a movie yesterday. Correct. I went to eat junk food yesterday. Yes, I went to eat junk food yesterday. അതിനെ വേറെ രീതിയിലും പറയാം. ആ ഈറ്റ് എന്നുള്ളതിന്റെ പാസൻസ് പറഞ്ഞാൽ കറക്റ്റ് ആണ്. I ate junk food yesterday. അപ്പോഴും കറക്റ്റ് ആണ്. Okay, sir.
I played chess with my husband yesterday. Yes, correct. I played chess with my husband yesterday. Correct, correct. I went to bath the river yesterday. I went to bath in the river yesterday. Correct. Okay, that's all, sir. Very good, very good, very good. Correct. Okay, okay. Nikita, for you. I went to shop at 8 o'clock. Okay, Revati? Okay, ഞാൻ പറയാം. രേവതി, എൻ്റെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. റീഡ് വായിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് READ റീഡ് എന്ന് തന്നെയാണ് സ്പെല്ലിങ്. പറയുമ്പോൾ റെഡ് എന്ന് പറയണം. റീഡ്, റെഡ്, റെഡ് എന്നാണ്. സ്പെല്ലിങ് സെയിം ആണ്, യെസ്. പക്ഷെ പറയുമ്പോൾ എന്ത് പറയണം? റെഡ് എന്ന് പറയണം. അപ്പൊ നോക്കിയേ, READ yesterday എന്ന് ചോദിക്കും. അപ്പൊ അത് I read yesterday എന്ന് പറയണം. ആ യെസ്റ്റർഡേ എന്നുള്ളതിന് പകരം എവറിഡേ എന്നാണെങ്കിൽ I read everyday എന്ന് പറയണം. അപ്പൊ നമ്മൾ നോക്കണം, തന്നിരിക്കുന്ന വാചകത്തിൽ റീഡിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പെല്ലിങ്ങും മൂന്നും സെയിം ആണ്. V1 ഉം V2 ഉം V3 സെയിം ആണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഒരു വ്യത്യാസമുള്ളത്. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തില് സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ടാവും. ആ വാക്ക് നോക്കിയിട്ട് അത് കഴിഞ്ഞു പോയ സംഭവമാണെങ്കിൽ പാസ്റ്റ്, അപ്പൊ റെഡ് എന്ന് പറയണം. ടുഡേ അല്ലെങ്കിൽ എവറിഡേ, ഡെയിലി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ റീഡ് എന്ന് പറയണം. ഓക്കെ, നികിത പറഞ്ഞോളൂ. I watched my online class. Yes, correct. My son went to nursery. Yes, correct. I finished my kitchen work. Yes, correct. I finished my Kitchen work. yes, very good. I finished my kitchen work. Correct. Yes, very good, very good. അപ്പൊ നമ്മൾ രണ്ട് ടെൻസ് ആണ് നോക്കിയിട്ടുള്ളത്. വൺ ഈസ് സിമ്പിൾ പ്രസന്റ്, നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസ് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ പാസ്റ്റ്, അത് കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ ബാലൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ദിവസം പറയാം. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. പറഞ്ഞോളൂ രേഷ്മ. സാർ സൈൻ ഔട്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ. Hello everyone. It's been great spending all this time together. I learned a lot, had lots of laugh and made some great memories. Hope we all keep in touch as we move forward. Wishing everyone the very best is the future. Thank you. Bye. Okay, Achu, okay, Ranjini. Very good, very good. Thank you, sir. നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ് നമുക്ക് എന്താണ്? വ്യാഴാഴ്ച അല്ലേ? വ്യാഴാഴ്ച ഉണ്ടാവാൻ വഴിയില്ലല്ലോ, ഒന്ന് ഇലക്ഷൻ അല്ലേ? ഓക്കെ, ഓക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. സാർ, ഞാൻ മുമ്പേ കേട്ടില്ലായിരുന്നു. മരം മുറിക്കുന്ന കാരണം ശബ്ദം കാരണം കേൾക്കത്തില്ലായിരുന്നു സാറ് പറയുന്നേ. ഓക്കെ. ഇത് അവിടെ മരം കുറിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ അനൗൺസ്മെന്റ് വരും, രണ്ടുപേരും. അതുകൊണ്ട് ശബ്ദം കാരണം കേട്ടില്ല. സാറ് പറയുന്ന കേട്ടില്ല, അതാ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പം അങ്ങ് പറഞ്ഞേ. മനസ്സിലാവും. അടുത്ത പ്രാവശ്യം സാറ് കേൾക്കുമ്പോ ഞാൻ ഓക്കെ കിട്ടു പറയാം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഷാഹിലത്തെ വെരി ഗുഡ്. യെസ്, Thank you, sir. ഓക്കെ, Thank you, sir. Thank you, sir. ഓക്കെ.